ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് പോകുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ്. റെയിൽ ഫാൻ ആണെങ്കിൽ ഞാൻ ഇതുവരെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് വന്ദേ ഭാരത് യാത്ര ചെയ്യാൻ പോകുന്നത്. അങ്ങനെ തോന്നിയിട്ടില്ല വന്ദേ ഭാരത് യാത്ര ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ പ്രീമിയം വണ്ടിയാണ്, മുൻഗണനയൊക്കെ കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്ക് റീസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി വന്ദേ ഭാരതി ഒന്ന് യാത്ര ചെയ്താൽ കൊള്ളാം, അതുപോലെ തന്നെ അതിനകത്ത് ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാൻ തോന്നി. അപ്പോൾ തന്നെ ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് തന്നെ ട്രെയിനൊക്കെ അങ്ങ് ബുക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ഇന്നാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് പോകുന്നത് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരെയാണ്. ജസ്റ്റ് ചുമ്മാ പോകുന്നതാണ് കേട്ടോ, വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ട്രിവാൻഡ്രം വരെ പോകുന്നതാണ്. പിന്നെ എന്തായാലും ട്രിവാൻഡ്രം പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് ഒന്ന് ട്രിവാൻഡ്രം ഒന്ന് കുറച്ചൊക്കെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നാളെ തിരിച്ച് നമ്മൾ കണ്ണൂർ JS വരാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം വന്ദേ ഭാരത് ഫസ്റ്റ് യാത്ര ആയതുകൊണ്ട്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു വ്ളോഗ് എടുക്കാൻ വെച്ചു. അപ്പം നമ്മൾ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ പോകുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഫുഡും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ വീട്ടിൽ നിന്നാണ് ഇൻട്രോ എടുക്കുന്നത്, കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് ആലപ്പുഴ എക്സിക്യൂട്ടീവ് കയറിയിട്ടാണ് എറണാകുളത്ത് പോകാൻ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ വന്ദേ ഭാരത് വരും. അപ്പോൾ ഇൻട്രോ എടുക്കാൻ ചിലപ്പോൾ സമയം കാണത്തില്ല. പിന്നെ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെ ആൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇപ്പോൾ നേരത്തെ ഇൻട്രോ എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എറണാകുളത്ത് ചെന്നിട്ട് വന്ദേ ഭാരതിൻ്റെ വിശേഷങ്ങൾ ബാക്കി നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 15 മിനിറ്റ് ലേറ്റായിട്ട് വന്ദേ ഭാരത് ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. നമുക്കുള്ള കോച്ച് ലാസ്റ്റാണ്. ഇവിടെയൊക്കെ ഇപ്പം ഡബിളിങ്ങിൻ്റെ വർക്ക് കിടക്കുകയാണ്. ഇത് തിരുനെട്ടൂറാണ് സ്കിപ്പ് ചെയ്യുന്നത്. നമ്മളെ മാരാരിക്കുളം പിടിച്ചിടാൻ പോവാ. നേത്രാവതിയുടെ ക്രോസിംഗ് ഉണ്ട്, പക്ഷെ നേത്രാവതി അപ്പുറത്തൂടെ പോകുന്ന എടുക്കാൻ പറ്റില്ല. ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് ഇത് തുറന്നു നോക്കണം. ഇതാ ഇന്നത്തെ എന്തൊക്കെയുണ്ട്. ഇത് മദ്രാസിൽ നിന്ന് കാസർഗോഡ് വരെ ടീയും ബിസ്ക്കറ്റും ഉണ്ടെന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ്. ഇത് പരിപ്പ് കൂട്ടുകറി. ഇത് പിന്നെ കേട്, വഴുതനങ്ങ റോസ്റ്റ്, ബ്രെഡ് ഹൽവ, പിന്നെ ഇത് ചപ്പാത്തി, പിന്നെ ഇത് നോൺ വെജ് ലഞ്ച്. അതെന്തുവാ? മൗത്ത് ഫ്രഷർ. പിന്നെ ഒരു സ്പൂണോ എന്തോ ഉണ്ടല്ലോ. ഇത് വെറ്റ് വൈപ്പ്. അതങ്ങ് എടുത്ത് ഇതൊരു സ്പൂണും ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ടൊക്കെ കാണിച്ചു തരാം. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇത് നോൺ വെജ് റൈസാണ്. പിന്നെ ഒരു ചപ്പാത്തി. പിന്നെ ഇതെന്തായാലും സാധനം എന്തോ റോസ്റ്റോ അല്ല, മറ്റേ സാധനം വഴുതനങ്ങ റോസ്റ്റ്. പിന്നെ ഇത് ഹൽവ, അത് സ്വീറ്റാണ്, കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. പിന്നെ പരിപ്പറി. എനിക്കത് പരിപ്പറിയും ചപ്പാത്തിയും വെച്ചിട്ടാണെന്ന് കഴിക്കണ്ടേ. ഇത് പിന്നെ നോൺ വെജ് അല്ലേ. പിന്നെ കേട്. പിന്നെ ഇവിടെ ഒരു സ്പൂണുണ്ട്, ഒരു ടിഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തൊരു ഫോർക്കും ഇരിപ്പുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല. ഇത്രയാണ് ഇന്നത്തെ ലഞ്ച്. ഇപ്പോൾ മാരാരിക്കുളത്ത് പിടിച്ചിട്ടേക്കാം കേട്ടോ. മറ്റേ നേത്രാവതി പോയി കഴിഞ്ഞ്, നേത്രാവതി സ്ലോയിലാണ് സ്കിപ്പ് ചെയ്ത്. ഇവിടെ എന്തോ വർക്ക് കിടക്കുന്നുണ്ട്, അതിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡായതുകൊണ്ട് നേത്രാവതി കാണിക്കാൻ പറ്റാത്ത. അത് P7 വെച്ചിട്ടായിരുന്നു. എന്തായാലും ഞാൻ ഫുഡൊന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് അഭിപ്രായം പറയാം. ഫുഡ് ഫിനിഷ് ചെയ്തു. റൈസ് കൊള്ളായിരുന്നു കേട്ടോ, ചിക്കൻ റൈസ് ആയിരുന്നു.
അത് കൊള്ളായിരുന്നു. തൈര് പിന്നെ എനിക്കത്ര കോംബോ ആയിട്ട് തോന്നിയില്ല. തൈര് ഇത് കൊള്ളായിരുന്നു. ബ്രിഞ്ചാളിൻ്റെ ആ ഒരു റോസ്റ്റ് കൊള്ളായിരുന്നു. ഹൽവയും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ചപ്പാത്തി പരിപ്പറയും കോംബോ കൊള്ളാം. പക്ഷേ ചപ്പാത്തി ഭയങ്കര കട്ടി, അത്ര സോഫ്റ്റ് അല്ല, ഭയങ്കര കട്ടി, കല്ല് പോലെ ഇരിക്കുക. അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റുന്നില്ല ചപ്പാത്തി. ചോറും ബാക്കിയെല്ലാം കൊള്ളാം. ഈ ചപ്പാത്തി മാത്രമുള്ളൊരു ഭയങ്കര കട്ടിയായിപ്പോയി, പിച്ചെടുക്കാൻ തന്നെ ഭയങ്കര പാട്. പിന്നെ ഒരു പിടി തിന്നു നോക്കി. ഫുഡ് കഴിച്ചെത്തിയപ്പോഴത്തേക്ക് നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ആലപ്പുഴ വരെ സർവീസ് എടുക്കുന്നത്. എനിക്കൊന്ന് കൊല്ലം ആലപ്പുഴ പാസഞ്ചറാണെന്ന് തോന്നുന്നു. ഇവിടെ കിടക്കുക. വാഷ്റൂമിലാണ് ഇപ്പോൾ. നല്ല വൃത്തിയുണ്ട്, നല്ല മണമാണ് കേട്ടോ. ഇവിടെ നല്ല മണമാണ്. പക്ഷെ ഇവിടെ എന്തോ ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, അതാണെന്നറിയില്ല. അമ്പലപ്പുഴ സ്കിപ്പ് ചെയ്യാണ്. അമ്പലപ്പുഴ നമ്മുടെ ഈ വണ്ടിയുടെ ചാർജിംഗ് പ്ലഗൊക്കെ വരുന്നത് ഇവിടെ താഴെയായിട്ടാണ്. ഇവിടെ ഈ ഭാഗത്ത് നമ്മുടെ കാലിരിക്കുന്നതിൻ്റെ ബാക്കിൽ. അങ്ങനെ ഹരിപ്പാട് സ്കിപ്പ് ചെയ്യുക. ഹരിപ്പാട് ഇപ്പോൾ വണ്ടി ഒരു അരമണിക്കൂർ ഡിലേ ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യം വീഡിയോയിലൊരു ക്രോസിങ് കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് വണ്ടി ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കണ്ടത്. അത് മറ്റേ ഇതാണ്, മറ്റേ കേരള സമ്പർക്രാന്തിയാണ് കേട്ടോ. അത് തുറവൂർ വെച്ചിട്ട് അതിനെ ക്രോസ് ചെയ്തതാണ്. എനിക്ക് അവിടെ പറയാൻ പറ്റിയില്ല. കരുനാഗപ്പള്ളി സ്കിപ്പ് ചെയ്യുകയാണേ. നേരത്തെ സ്കിപ്പ് ചെയ്ത കായംകുളമായിരുന്നു കേട്ടോ. അത് പറഞ്ഞില്ല, വിട്ടുപോയി. നമുക്കിനി കേരളയുടെ ക്രോസിങ് വരുന്നുണ്ട്. നമുക്ക് ഇതുവരെ നല്ല ക്രോസിംഗ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കേരള മൺട്രോതുരുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശാസ്താംകോട്ട ആ ഒരു ഏരിയ വെച്ചിട്ട് ക്രോസിങ് കിട്ടുമായിരിക്കും കേരളയുടെ. പിന്നെ ഐലൻഡ് വർക്കലയൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് രണ്ടാണ് ഇനി നമുക്ക് വരുന്ന ക്രോസിങ്. നമ്മുടെ തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ആണ്. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. രണ്ട് വണ്ടി സ്പീഡ് കുറച്ചാണ് പോകുന്നത്. മറ്റേ ഫോണിലോട്ട് മെസ്സേജ് തന്നെ വാട്സപ്പിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്തല്ലോ. ഫോട്ടോസ് ഇട്ടതാ, പക്ഷെ പെട്ടെന്ന് ഞാൻ ഓർത്തില്ല, ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്തല്ലോ വേണ്ട. ശരി. ശാസ്താംകോട്ട സ്കിപ്പ് ചെയ്യാണ്. ഇത് മറ്റേ മെമുവിലോ അല്ലെങ്കിൽ ഐലൻഡിലോ കയറാനുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ മറ്റേ കൊല്ലം കോട്ടയം മെമു ഉണ്ടല്ലോ, അതിപ്പോൾ ഒരു 2:40 ആകുമ്പോൾ പുറപ്പെടും. അതിന് മുമ്പേ മിക്കവാറും ഐലൻഡ് കൊല്ലം കഴിയുമായിരിക്കും. പെരിഞ്ഞാട് എത്താറായി. പെരിഞ്ഞാട് മറ്റേ
ഗോരഖ്പൂർ തിരുവനന്തപുരം ഞങ്ങൾക്ക് റപ്തിസാഗർ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യും. അപ്പുറത്തെ സൈഡാണ്, കാണാൻ പാടായിരിക്കും. പിന്നെ നമ്മൾ ചേർത്തല വെച്ചിട്ട് മറ്റേ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ്, അതിനകത്ത് ഞങ്ങൾ എറണാകുളത്തേക്ക് വന്ന് ആ വണ്ടി ഓവർടേക്ക് ചെയ്തായിരുന്നു. അതും അപ്പുറത്തെ സൈഡായിരുന്നു. അങ്ങനെ പെരിഞ്ഞാട് സ്കിപ്പ് ചെയ്യാണ്. പെരിഞ്ഞാട് റപ്തിസാഗർ അപ്പുറത്തുണ്ട്. WP7 ഞങ്ങൾ ആലുവ വെച്ച് കണ്ടായിരുന്നു വണ്ടി. മറ്റേ റപ്തിസാഗറാണ് കണ്ടില്ല. അങ്ങനെ കൊല്ലത്തെത്തിയിട്ടുണ്ട്. കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഇനി തിരുവനന്തപുരം. നമ്മുടെ പുറപ്പെടാറായ അനന്തപുരി ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ കൊല്ലം നാഗർകോവിൽ പാസഞ്ചർ ഇവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഐലൻഡ് വരും. ഐലൻഡ് ഇരവിപുരം ആവാറായി. എന്തായാലും വന്ദേ ഭാരത് എടുക്കുമ്പോഴായിരിക്കും വരുന്നത്. നമ്മൾ ലാസ്റ്റ് കോച്ചായതുകൊണ്ട്, ലാസ്റ്റ് അല്ല സെക്കൻഡ് ലാസ്റ്റ് കോച്ചാണ്. അതുകൊണ്ടാണ് സ്റ്റേഷൻ്റെ എൻഡിൽ ഇവിടെ നിന്നിട്ട്. ഇന്ന് നല്ല തിരക്കുണ്ട് അനന്തപുരിയിലൊക്കെ. ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. ഇന്ന് തിരക്കുണ്ട്. അങ്ങനെ കൊല്ലത്തുനിന്ന് എടുത്ത് 2 മിനിറ്റ് ഇവിടെ ഇട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം ഇവിടെ തിരക്കൊക്കെ കുറഞ്ഞു വണ്ടിയിൽ. ഐലൻഡ് കൊല്ലത്തെത്താറായി. ഇപ്പോൾ സമയം 2:15. ഇവിടെ ഒരു 1:40 എത്തേണ്ട വണ്ടിയായിരുന്നു. ഏകദേശം അരമണിക്കൂർ കൂടുതൽ ഡിലേ ആയിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഇത് ട്രിവാൻഡ്രത്ത് നേരത്തെ കയറും. സ്ലാക്ക് ടൈം ഉണ്ട് അവിടെ. രണ്ട് 55 എന്താണെന്ന് തോന്നുന്നു അനന്തപുരി ഇവിടുന്ന് പുറപ്പെടണ്ടേ. WP4 ആയിരിക്കും. അതിനെപ്പോഴും അതേ കൊടുക്കും. നല്ല തിരക്കുണ്ടല്ലോ ഐലൻഡിൽ കയറാനുള്ള ആൾക്കാർ. രണ്ടിനും P4 ആണ്. നാഗർകോവിൽ പാസഞ്ചറിനും അനന്തപുരിക്കും. ഇവിടെ കൊല്ലത്തിന് സ്വന്തമായിട്ടുള്ള U-ടേണിൽ ഐലൻഡ് എക്സ്പ്രസ്സും വന്ദേ ഭാരതും തമ്മിൽ മീറ്റ് ചെയ്തു. ജനറലൊക്കെ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഒരു 108 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റുമോ? 108 സ്പീഡ്. അങ്ങനെ പരവൂർ സ്കിപ്പ് ചെയ്യുവാണ്. പരവൂർ ഞാൻ പിന്നെ എല്ലാ സ്റ്റേഷനും എടുത്തിട്ടില്ല. ഇങ്ങനെ പ്രധാനപ്പെട്ട നമുക്ക് അത്യാവശ്യം ട്രെയിനുകൾക്കൊക്കെ സ്റ്റോപ്പുള്ള അങ്ങനെ കുറച്ച് സ്റ്റേഷൻസ് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. ചിലർക്ക് ചില സ്റ്റേഷനൊക്കെ എടുക്കാത്തിൽ പരാതിയൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞേ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെന്ത് ഒരുപാടായിപ്പോയി. അതാ
വർക്കല സ്കിപ്പ് ചെയ്യാണ്. വർക്കല ശിവഗിരി ഇവിടെയൊക്കെ വർക്ക് കിടക്കുക, FOBയുടെയൊക്കെ വർക്ക് കിടക്കുന്നുണ്ട്. ഇനി നമ്മുടെ കൊല്ലം ഭാഗത്തേക്ക് നമ്മുടെ ചെന്നൈ മെയിലേ ഉള്ളൂ. അത് പുറപ്പെടുന്നതിന് മുമ്പ് മിക്കവാറും നമ്മൾ തിരുവനന്തപുരം കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേറെ ക്രോസിംഗ് ഒന്നും കിട്ടാൻ ഇനി ഇല്ല. ഇപ്പം സമയം വന്നിട്ട് 2:30 കഴിഞ്ഞ് 3:05 ട്രിവാൻഡ്രം കയറേണ്ടത്. ഇത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനാണ്. എൻ്റെ ഫേവറേറ്റ് റെയിൽവേ സ്റ്റേഷനാണ് ചിറയൻകീഴ്. ഇവിടെ സ്കിപ്പ് ചെയ്യുക. ഇതുവരെ മഴയൊന്നും കിട്ടിയില്ല കേട്ടോ. ഇപ്പം ജസ്റ്റ് ഒരു തുള്ളി വന്ന് മിററിൽ വന്ന് വിൻഡോയിൽ വന്ന് വീണായിരുന്നു. തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ ചിലപ്പോൾ മഴ കാണുമായിരിക്കും. രാവിലെയൊക്കെ ഇവിടെ മഴയാണെന്ന് കേട്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല. അങ്ങനെ കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് സ്കിപ്പ് ചെയ്യുകയാണ്. വണ്ടി ഇപ്പോൾ ഓൺ ടൈം തന്നെയാണ് കേട്ടോ. 2:55 കറക്റ്റ് ടൈമിനാണ് ഇവിടെ സ്കിപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് സ്ലോ ഒക്കെ ആയി. പിന്നെ ഇവിടെ സ്ലാക്ക് ടൈം ഉള്ളതുകൊണ്ട് ഓൺ ടൈം ആയിട്ട് മാറി. പിന്നെ നമ്മുടെ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് തിരുവനന്തപുരത്ത് കിടപ്പുണ്ട്. ചിലപ്പോൾ അത് നമുക്കൊരു ക്രോസിങ് കിട്ടും. പിന്നെ ചിലപ്പോൾ ട്രിവാൻഡ്രത്ത് 1ാമത്തെ പ്ലാറ്റ്ഫോം ഇത് കയറുമെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ കയറുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ചെന്നൈ മെയിലിൻ്റെയും ചിലപ്പം കിട്ടുമായിരിക്കും. നമ്മുടെ ചെന്നൈ മെയിലാണ് ഈ പോകുന്നത്. മറ്റേ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ്സിനെ അവർ വിട്ടില്ല. അത് ലേറ്റായിട്ട് തിരുവനന്തപുരത്ത് കയറിയിട്ട് അവിടെ തന്നെ ഇട്ടേക്കുക. ചെന്നൈ മെയിൽ ഇപ്പോൾ കറക്റ്റ് 3 മണിക്ക് പുറപ്പെട്ട് ട്രിവാൻഡ്രത്ത്. നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് കയറുക. ജനറലൊക്കെ നല്ല തിരക്കാണ്. ഈ കിടക്കുന്ന മറ്റേ രാത്രി പുറപ്പെടുന്ന മറ്റേ ചെന്നൈയിലോട്ട് വന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണ്. നമ്മുടെ ആലപ്പുഴ ചെന്നൈ ആയിട്ട് ഷെയറുള്ള വണ്ടി. അങ്ങനെ നമ്മൾ വന്ദേ ഭാരതിലെ യാത്രയുടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതൊക്കെ തന്നെ നല്ല സൂപ്പർ അടിപൊളി യാത്രയായിരുന്നു. ഫുഡും അടിപൊളി തന്നെയായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ ഇത്ര നേരം വലിയ ശബ്ദം കേൾക്കാതെ ഇരുന്നിട്ട് പുറത്തിറങ്ങി നമ്മുടെ പ്രകൃതിയുടെ ശബ്ദം കേട്ടപ്പോൾ ഒരു എന്തോ പോലെ ഒരു ഫീലിംഗ്, അത് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം.